ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച കന്യാസ്ത്രീ. ജന്മം കൊണ്ട് ഭാരതീയ അല്ലാതായിരുന്നിട്ടും ഭാരതത്തിൻ്റെ മണവും ഗന്ധവും എല്ലാം സ്വീകരിച്ച് ഇവിടെയുള്ള കുറേ മനുഷ്യർക്ക്, ആരുമില്ലാത്തവർക്ക് ആരൊക്കെയായ ഒരു കന്യാസ്ത്രീ. ആ അമ്മയുടെ പാത പിന്തുടർന്ന് അനേകായിരങ്ങളാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ഇന്ന് അംഗങ്ങളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നത്. സ്വാഗതം ഡിവൈൻ ഗോളിലേക്ക്. തിരുസഭയുടെ കാരുണ്യത്തിൻ്റെ മുഖം പ്രശോഭിതമാകുന്ന ദൈവവിളികൾ. ആ ദൈവവിളിയെ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് ആസ്വദിക്കുന്ന സന്യാസിനികൾ. അതെ, ഈ മുഖങ്ങളിലാണ് അനേകർ ക്രിസ്തു സ്നേഹം അനുഭവിക്കുന്നത്. ഭാരതത്തിൽ അഗതികൾക്കായി തൻ്റെ ജീവിതം സമർപ്പിച്ച കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയാൽ സ്ഥാപിതമായ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ ജോൺ മരിയറ്റ് MC അഗതികൾക്കും പ്രത്യേകമായി കുഞ്ഞുങ്ങൾക്കുമായി എറണാകുളം നോർത്തിൽ SRM റോഡിൽ പ്രവർത്തിക്കുന്ന നിർമ്മല ശിശുഭവനിൽ കുഞ്ഞുമക്കൾക്കായി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ജോൺ മരിയറ്റ് തൻ്റെ ദൈവവിളിയുടെ അനുഭവങ്ങളും മദർ തെരേസ പകർന്നു നൽകിയ ശുശ്രൂഷ ചൈതന്യത്തിൻ്റെ സുഗന്ധവും നമ്മോട് പങ്കുവെക്കുന്നു. നമ്മളോടൊപ്പം മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റർ ജോൺ മരിയറ്റ് തുടരുകയാണ്. സിസ്റ്റർ, ഒരിക്കൽ കൂടി ഡിവൈൻ ഗോളിലേക്ക് സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിസ്റ്ററിൻ്റെ ഒരു ചെറുപ്പകാലത്തെ പറ്റിയും വളരെ മികച്ചൊരു പ്രൊഫഷണലിലേക്ക് പോകാമായിരുന്നിട്ടും ഒരു അത്ലറ്റായിട്ട് മാറാമായിരുന്നിട്ടും ഒരു മൊമെൻറ്റിൽ തമ്പുരാൻ കാണിച്ചു തന്ന ആ ഒരു ദർശനത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു വിഷനിലൂടെ അതവിടെ ആ സമയത്ത് തന്നെ ഉപേക്ഷിച്ച് ഈശോയുടെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണ്. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിനോകില്ല എന്ന് പറഞ്ഞ പോലെ നിൻ്റെ വിളി ഇതാണ്, പിന്നെ അതിനെ പുറകോട്ട് വേറെ ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ സിസ്റ്റർ ഈ ഒരു സമൂഹത്തിലേക്ക് വരുന്നു. പല സാഹചര്യങ്ങളിലായിരുന്നു. ഇപ്പോൾ ഈ കുട്ടികളുടെ കൂടി നമ്മളിപ്പോൾ ആയിരിക്കുന്ന തൊട്ടിലുകൾക്കിടയിലാണ്. നമ്മുടെ ഈ ഒരു മൊമെൻറ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പാവകൾക്കിടയിൽ, തൊട്ടിലുകൾക്കിടയിലാണ്. ഈ കുട്ടികൾക്കിടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഈ ഒന്നിനും അല്ലെങ്കിൽ ഒരു 5 വയസ്സ് താഴെയുള്ള കുട്ടികളെ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് അമ്മയാണ്. ഇവർക്ക് അമ്മയായി കുട്ടികൾ എന്താണ് സിസ്റ്ററിനെ വിളിക്കുന്നത്? ഇവർക്ക് അമ്മയായി മാറാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൻ്റെ നമ്മൾ പറയില്ലേ ഒരു സാഫല്യം എന്നൊക്കെ പറയില്ലേ, അത് ഞാനിവിടെ പൂർണ്ണമായിട്ടും അനുഭവിക്കുകയാണ്. അവരെന്നെ ജോൺ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അതായത് നമ്മുടെ ഒരു രീതി അതാണ്. അമ്മ എന്ന് വിളിക്കുന്ന ഒരു രീതിയല്ല, മറിച്ച് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് മദറായിട്ട് ഒരാളേ ഉള്ളൂ, മദർ തെരേസ. ബാക്കിയുള്ള എല്ലാവരും സിസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഹൗസിലെ സുപ്പീരിയേഴ്സിനെ പോലും ഞങ്ങൾ മദർ എന്ന് വിളിക്കാറില്ല. പക്ഷേ ഞങ്ങളുടെ കുട്ടികളും അതുകൊണ്ട് തന്നെ ഞങ്ങളെ സിസ്റ്റർ, ജോൺ സിസ്റ്റർ തന്നെയുമല്ല, അവർക്ക് ഞാൻ എന്നും ജോൺ സിസ്റ്ററാണ്. ഒരുപക്ഷെ ഇന്നാണ് ഞാൻ മദർ ആയത് എങ്കിൽ തന്നെയും ഇത്രയും നാളും ഞാൻ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ കൂടെ സിസ്റ്ററായിട്ടായിരുന്നത് കൊണ്ട് അവരുടെ സിസ്റ്റർ തന്നെ വിളിക്കുന്നു. പക്ഷേ എൻ്റെ മക്കൾ അല്ല, ഇവരെ നോക്കുന്ന സ്റ്റാഫ് അവർ മിക്കവരും തന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. ഈ വിളിക്കുന്ന അമ്മയെന്ന് വിളിക്കുന്ന ആ വിളിയിലല്ല, മറിച്ച് അവരുടെ പ്രവൃത്തിയിൽ അവരെൻ്റെ അടുത്ത് വരുന്നത്, ഞാൻ അവരോടായിരിക്കുന്നത്, ഇത് എനിക്ക് തോന്നുന്നു മോർ ദാൻ എ മദർ, ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ ആയിരിക്കുന്ന ഈ സാഹചര്യങ്ങളെല്ലാം വിട്ടിട്ട് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയെ ആകർഷിച്ച ഇതേ വസ്ത്രം ധരിച്ച കന്യാസ്ത്രീയിലേക്ക് പോവുകയാണ്. ഒരു പുസ്തകത്തിൽ വായിച്ചു തുറക്കുന്നു, കൊയ്ത് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ചൂട് കാലത്തെ നെൽപ്പാടം പോലെ ഞാനൊരു സ്ത്രീയെ കണ്ടു, മുഖത്ത് മുഴുവൻ ചുളിവുകളുള്ള ഒരു കന്യാസ്ത്രീയെ. സിസ്റ്ററും വായിച്ചിട്ടുണ്ടാകും ആ വരികൾ. വളരെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്നൊരു ഉപമയാണ് അമ്മയെപ്പറ്റി. ഈ നാട്ടുകാരിയല്ല, ഇവിടത്തുകാരിയല്ല, പക്ഷെ ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാമായിട്ട് മാറി. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ നമ്മളൊക്കെയും ജോൺ പുള്ളിണ്ടാമൻ മാർപ്പാപ്പയും മദർ തെരേസയും കൂടെ ഒരുമിച്ച് കാണുന്ന ഒരു വീഡിയോയും ഒക്കെ യൂട്യൂബിലൊക്കെ ഇപ്പോഴും കാണുമ്പം അത്രയും നമ്മൾക്കൊക്കെ ഒരു രോമാഞ്ചം വരികയാണ്. 2 വിശുദ്ധർ ഒരുമിച്ച് കാണുന്ന അതേ ജോൺ പുള്ളിണ്ടാമൻ മാർപ്പാപ്പ പിന്നീട് കാലങ്ങൾക്കപ്പുറം അമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ലോകത്ത് വൺസ് ഇൻ എ മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്.
സിസ്റ്ററിൻ്റെ ജീവിതത്തിലേക്ക് സിസ്റ്റർ ഒരിക്കലും അമ്മയെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല. നേരിട്ട് കാണാൻ ഭാഗ്യമില്ലെങ്കിലും ഏറ്റവും അധികം സ്വാധീനിച്ചത് ഉറപ്പായിട്ടും മദർ തെരേസ തന്നെയായിരിക്കും. അമ്മയുടെ ദർശനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് തോന്നുന്നത്, ഇപ്പോഴും എന്നും വെല്ലുവിളിയായി തോന്നിയേക്കുന്നത് കയ്യിലേക്ക് തുപ്പുന്ന ആ സംഭവമാണ്. അമ്മ ഒരാളുടെ മുൻപിൽ യാചിക്കുമ്പം കയ്യിലേക്ക് തുപ്പിയപ്പോൾ ഇത് എനിക്കുള്ളതാ, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക എന്ന് പറയുന്ന സംഭവം, അതിനെ ഒന്ന് ഓർത്തെടുക്കാമോ? ഇന്നും നിങ്ങൾ തുടരുന്ന അത്തരത്തിൽ ഹമ്പിളായിട്ടുള്ള ആ ഒരു ജീവിതശൈലിയെ പറ്റി. ഞങ്ങളുടെ ശൈലി വളരെ എളിയതാണ് എന്ന് മറ്റുള്ളവർ പറയുന്നു. പക്ഷേ എനിക്കതങ്ങനെ തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ അതിനകത്താണ്. ഓക്കെ, ഇത് എൻ്റെ ജീവിതശൈലിയാണ്, ഇത് ഞാൻ സ്വീകരിച്ചതാണ്, ഇത് ഞാൻ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തതാണ്. ഞാൻ അതിനെ ഹമ്പിളായിട്ട് കാണുന്നില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. എന്നുവെച്ചാൽ ഞാൻ അതിനെ ഹമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ നിന്നും എന്തെങ്കിലും ഞാൻ വളരെ പാവപ്പെട്ട ഒരു രീതിയിൽ ഇല്ല, ഇത് എൻ്റെ തമ്പുരാൻ എനിക്ക് സമ്മാനമായിട്ട് തന്നേക്കുന്നതാണ്, ഞാനതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നു, എനിക്കതിനകത്ത് ഒരു കുഴപ്പമില്ല. മറിച്ച് ഈ ജീവിതശൈലി മദർ നമ്മൾക്കിത് തരുമ്പോൾ മദറിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? കാരണം നമ്മുടെ കോൺവെൻറ്റുകളൊക്കെ ആണെങ്കിലും ഒരു വലിയ പൂന്തോട്ടമോ അല്ലെങ്കിൽ വലിയ ആഡംബരം അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈവൻ ഞങ്ങളുടെ കോൺവെൻറ്റുകളിൽ പോലെ നിങ്ങൾ കാണില്ല. കാരണം ഒരു പാവപ്പെട്ടവനെ കയറി വന്നാൽ ഇത് അവന് ഇരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണെന്ന് അവൻ ഒരിക്കലും തോന്നരുത്. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി എല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കയറി വരാവുന്ന, ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാത്തൊരു ഒരു ശൈലിയാണ് നമ്മൾ പുറമേ പോലും അതുപോലെ തന്നെയാണ് അകത്തും. അപ്പോൾ ഞാൻ ആരോട് അനുരൂപപ്പെടാനായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്നു ആ വഴിയാണ് മദർ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആ വഴിയോട് പൂർണ്ണമായിട്ടും യോജിച്ച് അതിലെൻ്റെ പരിപൂർണ സന്തോഷം കണ്ടെത്താനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ കർത്താവ് പറഞ്ഞേക്കുന്ന വഴി, എനിക്ക് പറഞ്ഞേക്കുന്ന വഴി അതാണ്. അതുകൊണ്ട് ഈ വഴികൾ ഞാൻ എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ, അല്ല ഓരോ ദിവസം ഇതിനകത്തേക്ക് എനിക്ക് അത് തിരഞ്ഞെടുക്കണം. ഐ ഹാവ് ടു ചൂസ് ആൻഡ് ഐ ചൂസ് ഇറ്റ് ഫോർ മൈ സെൽഫ്, നോട്ട് ബിക്കോസ് മദർ സെറ്റ്, ബട്ട് ഐ നോ ഇറ്റ്സ് ഫോർ മീ, ബട്ട് ഐ ഹേർഡ് ദിസ് ഫ്രം മദർ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്നും രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഞങ്ങളുടെ സഭയുടെ മറ്റ് സഭകളുടെ രീതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ സഭയുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ മദറിൻ്റെ മക്കൾ ഈ ജീവിതത്തിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മദർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ റിട്രീറ്റിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റികളിൽ പോയപ്പോഴായിരിക്കാം, അങ്ങനെയൊക്കെ എന്തൊക്കെ മദർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങളിങ്ങനെ വായിക്കുകയാണ്. എന്നും രാവിലെ ഞങ്ങൾ വായിക്കും, 10 മിനിറ്റ് അത് വായിക്കും. അപ്പോൾ അത് ഞങ്ങൾ കേൾക്കുന്നത് വേറൊരാളിൽ നിന്നല്ല, മദറിൽ നിന്ന് തന്നെയാണ്. അതാണ് ഞങ്ങളുടെ ഓരോ തലമുറ മാറിയാലും ആ ലെറ്റേഴ്സ് നമ്മൾക്ക് കൈമുതലായിട്ടുള്ളത് കൊണ്ട് അതൊന്നുമല്ല, പല വോളിയം പല ലെറ്റേഴ്സ് ഉണ്ട്. അത് വർഷങ്ങളായിട്ട് തുടക്കം മുതൽ മദർ 1997 വരെയുള്ള മദർ മരിക്കുമ്പോൾ വരെ എഴുതിയ എല്ലാ ലെറ്റേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരിടത്ത് വെച്ചല്ല, പല സാഹചര്യങ്ങളിലും മദർ ലോകം മുഴുവൻ ചുറ്റി നടക്കുമ്പോൾ ചെയ്ത, അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ അതിനെപ്പറ്റി തരുന്ന എക്സ്പ്ലനേഷൻസ്. പിന്നെ ഞങ്ങൾക്ക് തന്നെ ഇടയ്ക്ക് ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ, നമ്മളാരും പരിപൂർണരല്ലല്ലോ, ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ എങ്ങനെ ഇനി അത് സംഭവിക്കാതിരിക്കണമെന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും ഒരമ്മയുടെ ആ ഒരു വാത്സല്യത്തോടെ അമ്മ ഞങ്ങൾക്ക് തരുന്ന കറക്ഷൻസ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് മദർ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴേ നമ്മളെപ്പോഴും വായിക്കാറുള്ള കാര്യമാണ്, അതിരാവിലെ എഴുന്നേറ്റ് ദിവ്യകാരുണ്യത്തിന് മുൻപിൽ 1 മണിക്കൂർ ആരാധന നടത്തി ആ ശക്തി, അങ്ങനെ തന്നെയാണ് വാക്ക് എഴുതി വെച്ചേക്കുന്നത്, ദിവ്യകാരുണ്യത്തിന് മുൻപിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ച് കൽക്കട്ടയിലെ തെരുവുകളിലേക്ക് ഇറങ്ങി പുഴുവരിക്കുന്നവരിലേക്ക്, ക്ഷയരോഗികളിലേക്ക്, കുഷ്ഠരോഗികളിലേക്ക്, അനാഥ കുഞ്ഞുങ്ങളിലേക്ക്, മലമൂത്ര വിസർജനം അവിടെ കിടന്നു തന്നെ നയിക്കുന്നവരിലേക്ക് അവരെ കോരിയെടുക്കാനുള്ള ആ ശക്തി ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുന്ന പറയുന്നത്. ഇതെന്നും ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാനൊരു ചെറിയ കറക്ഷൻ അവിടെ തരികയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതിരാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് നമ്മൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് വരുന്നു, യാമപ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതിനുശേഷം ദിവ്യബലിയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 1 മണിക്കൂർ ഒരു ദിവസത്തെ.
അതിരാവിലെ ദിവ്യബലിക്ക് ശേഷം നമ്മൾ ആ മദർ ഞങ്ങളോട് പറയുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ സ്വീകരിച്ച തമ്പുരാനെയായിട്ട് നിങ്ങൾ പാവപ്പെട്ടവരിലേക്ക് പോവുക. നീ പോകുന്നത് നിന്നെ കൊടുക്കാനാവരുത്. നിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സംതൃപ്തിയാവില്ല. തമ്പുരാനെ കൊടുത്താലേ സംതൃപ്തിയാകത്തുള്ളൂ. അതുകൊണ്ട് അതിരാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ പുറത്തു പോകുമ്പോൾ അത് മദർ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പതിയെ ഡ്രാഗ് ചെയ്ത് എപ്പോഴെങ്കിലും അവിടെ ഒന്ന് ചേരാൻ വേണ്ടി ചെല്ലുന്നതല്ല, മറിച്ച് നിനക്കായി കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെ ദൈവം അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ച മാതാവ് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി തിടുക്കത്തിൽ പോയി എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതേ തിടുക്കത്തിൽ വേണം നീ ഈശോയെ ആയിട്ട് ഈ പാവപ്പെട്ടവരിലേക്ക് പോകാനായിട്ട്. അതിനുശേഷം വൈകുന്നേരം നമ്മൾ ദിവസം മുഴുവനും രാവിലെ മുതൽ സ്വീകരിച്ച തമ്പുരാനെ നമ്മൾ ദിവസം മുഴുവനും നമ്മൾ എവിടെയായിരിക്കുന്ന അപ്പോയിൻറ്റഡ് പ്ലേസിലേക്ക് നമ്മൾ പോകുന്നു, അവിടെ കൊടുക്കുന്നു. വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വരുന്ന ഒരു മണിക്കൂർ ആരാധന തമ്പുരാൻ്റെ കാൽച്ചുവട്ടിൽ പിന്നെയും നമ്മൾ ഇരിക്കുകയാണ്. എന്താണെന്നറിയാവോ? രാവിലെ സ്വീകരിച്ചിട്ട് കൊടുത്ത ആ എനർജിയെ ഒന്നുകൂടി ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി. അത് മാത്രമല്ല, അവരുടെ സങ്കടങ്ങൾ ഈ ഒരു ദിവസം മുഴുവനും നമ്മൾ അവരുടെ സങ്കടങ്ങൾ കേൾക്കുകയായിരുന്നു, കാണുകയായിരുന്നു, അവരോടൊപ്പമായിരുന്നു. അപ്പോൾ അത് മുഴുവനും ഞാൻ തമ്പുരാൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഇവിടുന്ന് തമ്പുരാനെ അവിടെ കൊണ്ടുവരുന്നു, അവിടെ കൊണ്ട് അവർക്ക് കൊടുക്കുന്നു, അവരെ ഞങ്ങൾ തിരിച്ചിവിടെ കൊണ്ടുവരുന്നു. തമ്പുരാൻ ബാക്കി അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് കൊടുത്തോളും. സിസ്റ്റർ, മദർ തെരേസയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പം നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊന്നും അല്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഓർക്കുമ്പോൾ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. നിങ്ങൾ ചെയ്യുന്നത് എന്ത് തന്നെയായാലും അത് ദൈവത്തിന് വേണ്ടി മനോഹരമായിട്ടത് ഏറ്റവും ചെറിയ കാര്യമായിട്ട്. അതുപോലെ തന്നെ അമ്മ പറയുന്നുണ്ട്, ഇഫ് യു കാണ്ട് ഫീഡ് 100 പീപ്പിൾ, നിങ്ങൾ 100 പേരെ ഊട്ടാൻ സാധിക്കില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ നന്മയുണ്ട്, ഒരാളെ ഊട്ടാൻ സാധിക്കുന്നത്. ഇങ്ങനെ അമ്മ പ്രവർത്തിച്ചും എന്നാൽ ആ പ്രവർത്തിച്ച കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഇപ്പോഴും അത് തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ഓരോ ദിവസവും രാവിലെ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തമ്പുരാൻ്റെ അടുത്ത് പോയിട്ടാണ് തുടങ്ങുന്നതെന്ന്. അതിനുശേഷം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാനത് ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈശോയ്ക്ക് വേണ്ടിയാകുമ്പോൾ അതിൻ്റെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പമല്ല, അല്ലെങ്കിൽ അതിലെനിക്ക് കിട്ടുന്ന പ്രശസ്തിയല്ല, മറിച്ച് എന്ത് ചെയ്താലും, അതായത് ഒരു കുഞ്ഞിന് രാവിലെ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുത്താൽ അത് അവന് ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അത്ര സ്നേഹത്തോടെ എൻ്റെ ആ പൂർണ്ണമായ ആ ഒരു മാതൃവാത്സല്യത്തോടെ ഞാൻ എൻ്റെ ആ കുഞ്ഞിന് അത് ചെയ്തു കൊടുക്കുമ്പോൾ അത് മദർ പറഞ്ഞ ആ ബ്യൂട്ടിഫുൾ തിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആരും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. സഭയുടെ ശുശ്രൂഷയിൽ വ്യത്യസ്ത മുഖങ്ങളുണ്ടെന്ന് ഇല്ലേ? അത് ഹോസ്പിറ്റൽസ് ആകാം, കോളേജസ് ആകാം, സ്കൂൾസ് ആകാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ സഭ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഏറ്റവും ചെറിയ കാര്യം ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് ഏറ്റവും സന്തോഷത്തോടെ ചെയ്യാനും കൂടെയാണ്. ആ ചെറിയ കാര്യം ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുക എന്നുള്ളത്, അതിൽ പരിപൂർണമായിട്ടും തൃപ്തി കണ്ടെത്തുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഓരോ ദിവസവും നമുക്ക് മുന്നിൽ വരുന്ന ഓരോ ചെറിയ കേസും അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടാണ്. ഒരുപക്ഷെ ഇന്നൊരു പുതിയ കുഞ്ഞ് വരുന്നതായിരിക്കാം, നാളെ ഒരു പേഷ്യൻ്റ് വരുന്നതായിരിക്കാം, പുതിയ അഡ്മിഷൻസ് വരുന്നതായിരിക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു സന്തോഷം എന്ന് വെച്ചാൽ ഒരു ഫാമിലിയെ കണ്ടെത്തി. അത് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു പേഷ്യൻസിന് കുറേ നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, കുറച്ച് അന്വേഷിച്ചു, അത് കഴിഞ്ഞിട്ട് ആ ആളെ തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പറ്റുമെന്നുണ്ട്. അത് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്തോഷം, ആനന്ദമാണ്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഉള്ളൂ. അതായത് എൻ്റെ മക്കളെ 5 വയസ്സ് വരെ ഇവിടെ വളർത്തി അവരെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്ന ഈ കഴിഞ്ഞ ദിവസം, അതായത് SOS കുട്ടികളുടെ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ ഈ 5 വയസ്സ് വരെ ഞാനിവിടെ അവരെ വളർത്തിയിട്ട് അവരെ അവിടെ കൊണ്ടുപോയി അവരെ പഠിക്കാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ അതും ഒരു സംതൃപ്തിയാണ്. അവരുടെ ഫ്യൂച്ചർ ഇനി സുരക്ഷിതമാകുമല്ലോ എന്നൊരു രീതിയിൽ. അതുപോലെയാണ് ഇപ്പോൾ ഒരു പാവപ്പെട്ട സഹോദരന് നമ്മുടെ ഗേറ്റ് കടന്ന് വരുവാണെങ്കിൽ അവന് വേണ്ടി
എന്തെങ്കിലും ചെയ്യാൻ. ഒരുപക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാൻ പറ്റിയില്ലായിരിക്കാം, പക്ഷേ അവൻ അവിടെ ഇരുന്ന് ശാന്തമായിട്ടൊന്ന് അവൻ്റെ വിഷമം കേൾക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അല്ലാതെ വലിയ വലിയ സന്തോഷങ്ങളൊന്നും നമുക്ക് ഈ ജീവിതത്തിലില്ല. ഇതാണ് പക്ഷേ ഞങ്ങൾ ഒത്തിരി വലുതായിട്ട്, ഞങ്ങൾക്കറിയാം ഈശോയുടെ മുന്നിൽ അതിന് ഒത്തിരി വിലയുണ്ടെന്നറിയാം. വിലയുണ്ട്. അതായത് ലോകം നോക്കിക്കാണുന്ന സന്തോഷങ്ങളൊന്നും അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ വിലയുള്ള സന്തോഷങ്ങൾ. നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ, അതായത് ജനറൽ ഓഡിയൻസിന് ഒരു ചിന്താഗതിയുണ്ട്, ഒരുപക്ഷെ മിഷണറീസ് ഓഫ് ചാരിറ്റി ഇതുപോലെയുള്ള സന്യാസഭയിലേക്ക് കടന്നു വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ ഒരു സന്യാസഭയിൽ നിലനിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നിടത്ത് സിസ്റ്റർ ഭയങ്കര വെല്ലുവിളിയാണ്. സിസ്റ്റർ അല്ല, സിസ്റ്ററിൻ്റെ കമ്മ്യൂണിറ്റി ഭയങ്കര വെല്ലുവിളിയാണ്. കാരണം ഇത് ഭയങ്കര ആനന്ദമാണ്. നമ്മൾ വീണ്ടും മദറിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും ഒരു വലിയ വെല്ലുവിളി മദർ പറഞ്ഞു വെച്ചേക്കുന്നത്, ഈ പുഴുവരിക്കുന്ന മനുഷ്യരിലും ഈ നായ് നക്കുന്നവരിലും ഒക്കെ ഞാൻ കാണുന്നത് ക്രിസ്തുവിനെയാണ്. എല്ലാ മനുഷ്യരിലും ഞാൻ കാണുന്നത് ക്രിസ്തുവിനെയാണ്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതിനെപ്പറ്റി സിസ്റ്റർ ഒന്ന് പറയാമോ? എന്നെ സംബന്ധിച്ച് അത് പറയുകയാണെങ്കിൽ മദറിൻ്റെ അതേ സ്പിരിറ്റിൽ, അതായത് നമ്മൾക്ക് പകർന്നു കിട്ടിയ അതേ ഒരു സ്പിരിറ്റാണ്. ഞാൻ എന്ന് മദർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 1,00,000 രൂപ നിങ്ങൾ തന്നാൽ, 1 കോടി രൂപ നിങ്ങൾ തന്നാൽ, ഒരുപക്ഷെ ഞാൻ ഈ മനുഷ്യനെ, ഈ പുഴുവരിക്കുന്ന മനുഷ്യനെ, ആ മനുഷ്യന് വേണ്ടി ഞാൻ ചെയ്യില്ലായിരിക്കും. എന്ന് വെച്ചാൽ ഒരുപക്ഷെ അത്രയ്ക്കും മണം, അത്രയ്ക്കും ദുർഗന്ധം വമിക്കുന്ന ആ ഒരു മനുഷ്യന്, അയാൾക്ക് വേണ്ടി ഒരുപക്ഷെ ഞാൻ ചെയ്യില്ല. പക്ഷെ ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി അത് ചെയ്യുമ്പോഴേ എനിക്കത്ര സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ രോഗികളെ ഒന്നും കിട്ടുന്നില്ലായിരിക്കും. എങ്കിൽ പോലും കൽക്കട്ടയിൽ അങ്ങനെ കിട്ടുന്ന അവസ്ഥയുണ്ട്. കൽക്കട്ടയിൽ മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിൽ പോലും അങ്ങനെ കിട്ടുന്ന അവസ്ഥകളുണ്ട്. എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ്, ഞാൻ കൽക്കട്ടയിൽ ഫൈനൽ പ്രൊഫഷന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എങ്കിൽ തന്നെയും ഒരു ദിവസം, അതായത് സൈക്കാട്രിക് പേഷ്യൻസ്, മെയിൽ പേഷ്യൻസ് എല്ലാം ഒരു സൈഡിൽ, ഫീമെയിൽ പേഷ്യൻസ് എല്ലാം വേറെ സൈഡിൽ നമ്മൾ പോകുന്നു. എല്ലാം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. അവരോട് കൂടെ പോയി നിന്ന് അവരെ എല്ലാം, മിക്കവാറും അവർക്ക് മനസ്സിലാവില്ല നമ്മൾ ആരാണെന്ന്. ഒരു പക്ഷെ നമ്മളെ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു അപ്രോച്ച്, നമ്മളോടുള്ള ഒരു അപ്രോച്ച് വളരെ വ്യത്യസ്തമാണ്. വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. മെഡിസിൻസ് ആണെങ്കിലും കറക്റ്റായിട്ട് അവർക്ക് അവരെടുക്കുന്നില്ല, അങ്ങനെയല്ല. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചെല്ലുമ്പോൾ, ഞങ്ങൾ കമ്മ്യൂണിറ്റീസ്, ഞാൻ എൻ്റെ കമ്പാനിയൻ, ഞങ്ങൾ ഫോർമേഷനുള്ളവരായിരുന്നു. ഞങ്ങൾ 2-3 പേര് പോയി മെഡിസിൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അത്യാവശ്യം അവരുടെ തുണി ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച്, ഞങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സുമായിട്ട് ഞങ്ങൾ പോകുന്നു. ഒരു കുഞ്ഞു ബക്കറ്റ് സോപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ പോകും. അവിടെ വെച്ച് തന്നെ ഞങ്ങളത് കഴുകി അവിടുത്തെ ഈ ബെഡിൽ തന്നെ ഉണങ്ങാൻ വെച്ച്, ഞങ്ങൾ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയാണ്, അതുകൊണ്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കണ്ടു ഒരു ദിവസം, അന്നേരം എല്ലാം കഴിഞ്ഞിട്ട് ഒരാളെ കുളിപ്പിക്കാനായിട്ടുണ്ട്, പുതിയ പേഷ്യൻ്റാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പേഷ്യൻ്റ് അവിടെ മരിച്ചു കിടപ്പുണ്ട്. ഞങ്ങളാണ് അവിടെ ഹോസ്പിറ്റലിൽ ഇൻചാർജസിനെ അറിയിച്ചു. വന്നിട്ട് അവർ വന്ന് ബോഡി എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഈ ആൾ മുണ്ടെടുത്തേക്കാണ്, കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഓക്കെ. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ എല്ലാം പോയി ക്ലീൻ ചെയ്തു. ഞങ്ങൾ 2 കമ്പാനിയൻസ് ഉണ്ട്. ഞങ്ങളവിടെ പോയി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എവിടുന്നോ ഇങ്ങനെ ഈ പയറുമണി പോലെ, അല്ല ചോറില്ലേ, നമ്മുടെ മൂരി കാണുമല്ലോ, അതുപോലെ കിടപ്പുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഇത് എന്താ സംഭവം, ഇത് എവിടുന്ന് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ഏതായാലും പറഞ്ഞു, ഏതോ ഒരു പേഷ്യൻറ്റിൻ്റെ ദേഹത്തു നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു പേഷ്യൻ്റ് പോയി ടോയ്ലറ്റിൻ്റെ ആ സൈഡിലിരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ബാക്കിയുള്ള എല്ലാവരെയും കുളിപ്പിച്ച്, വേറെ ആർക്കും കുഴപ്പമൊന്നും. പിന്നെ ഇത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ പോയി കണ്ടുപിടിച്ച്, അപ്പോൾ വളരെ നമ്മളവരെ വളരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആളോട് പറഞ്ഞു, അറിയാവുന്ന മുറി ഹിന്ദി, ബംഗാളി ഭാഷ എന്ന് വെച്ചാൽ ഇവർ ഏത് ഭാഷയെന്ന് അറിയത്തില്ല, എന്ന് വെച്ചാൽ ഇവർക്ക് സൈക്കാട്രിക് പേഷ്യൻസ് കൂടെ ആയതുകൊണ്ട്. അപ്പം അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ആളുടെ മുണ്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്ക് സൈഡ് കംപ്ലീറ്റ്, അതായത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചകിരിനാരില്ലേ, അതുപോലെ, എനിക്കറിയില്ല മെഡിക്കലി വലിയ ഇതൊന്നുമില്ല, എങ്കിൽ തന്നെ ഞാൻ പറയാം, എന്താ നൂല് വെയിനായിരിക്കും, അത് ഞരമ്പാണോ എന്താണെന്നല്ല, ഇങ്ങനെ നൂല് പോലെ കുറച്ച് സംഭവങ്ങൾ മാത്രമല്ല, ബാക്കി മുഴുവനും ഈ പയറുമണി അല്ലെങ്കിൽ ചോറ് പോലെ ഇങ്ങനെ പുഴുക്കൾ താഴേക്ക്. ഞങ്ങളത് മുഴുവനും അപ്പോഴത്തേക്ക് ഇങ്ങനെ ഭിത്തിയിലൂടെ കയറാൻ തുടങ്ങി. ഞങ്ങൾ മുഴുവനും തൂത്തുകൂട്ടി വാരി എല്ലാം കളഞ്ഞ് ഡെറ്റോളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത്, ആളെ ക്ലീൻ ചെയ്ത്, അവസാനം ഇങ്ങനെ അയാൾ നമ്മുടെ അടുത്ത് കൈകൂപ്പാണ്. അത് മാത്രമല്ല, ആൾക്ക് ഭാഷയൊന്നും അറിയില്ല. ഞങ്ങൾ പറയുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതാണ് അയാൾ ചെയ്ത ഒരേ ഒരു കാര്യം. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തമ്പുരാൻ അന്നേരം തന്ന ഒരു ഗ്രേസ് എന്നാണെന്നറിയാം, ഇത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ധൈര്യം.
അത് കണ്ടുപിടിച്ചു, ചെയ്തു. ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അന്ന്. അതിന് 1 മണിക്കൂർ ബസ്സിൽ നിന്ന് യാത്ര ചെയ്തോന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നോ ഇതൊന്നും വലിയ മീൻസ് എൻ്റെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ലോകത്തെ എമ്പാടും തന്നെ എൻ്റെ സിസ്റ്റേഴ്സ് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കത് കുറച്ച് സ്ഥലങ്ങളിൽ എനിക്കങ്ങനെ ചാൻസ് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും പറയാണ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. തമ്പുരാനെ വിളിയുള്ള ഒരാൾക്കാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ചെയ്യാൻ കാരണം ഇത് മാത്രമാണ് മദർ ചെയ്തത്. സിസ്റ്ററെ, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ ആനന്ദത്തോടെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മനുഷ്യർക്കേ സാധിക്കുകയുള്ളൂ. അറപ്പോടെ, വെറുപ്പോടെ അല്ലെങ്കിൽ ഓക്കാനത്തോടെ അതിനെ നോക്കിക്കാണുന്നവരാണ്. അതുകൊണ്ടാണ് കണ്ണ് നിറഞ്ഞു പോകുന്നത് കേൾക്കുമ്പോൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നിവർന്നിരിക്കാനൊക്കെ ഞങ്ങൾക്ക് പറ്റുക എന്ന് പറയുന്നത് തന്നെ അത്ര വലിയ ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ. ഒത്തിരി സന്തോഷമാണ് സിസ്റ്റർ ഈ കാര്യമൊക്കെ പറയുമ്പോൾ. എൻ്റെ കണ്ണ് ഞാൻ നിന്നെ അതിൽ ഒന്ന് ഇൻറ്ററപ്റ്റ് ചെയ്തോട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ പോലും ഞാൻ എൻ്റെ മദറിൽ നിന്ന് കേട്ടത് എൻ്റെ 4ാമത്തെ വ്രതം അത് എങ്ങനെയായിരിക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ ചെയ്യണം. പക്ഷേ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് എലിസബത്തിൻ്റെ അടുത്തേക്ക് ഈശോയുമായിട്ട് സേവനത്തിന് പോയ ആ ധൃതിയിൽ പോയതുപോലെ ആവണം ഞാനും പോകേണ്ടത്. അങ്ങനെ ഒരു ധൃതി എൻ്റെ പ്രാർത്ഥനയിലുണ്ടാവണം, എൻ്റെ പ്രവർത്തനത്തിലുണ്ടാവണം, ഞാൻ എല്ലാത്തിലും ഉണ്ടാവണം. എന്നാൽ മാത്രമേ എനിക്കിത് കിട്ടത്തുള്ളൂ. ആ ഒരു ഹോൾ ഹാർട്ടഡ്നെസ്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, ഒന്നും നമ്മളവിടെ പകുതി വെക്കുന്നില്ല. ഈ പൂർണ്ണ മനസ്സോടെ ചെയ്യുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നാറില്ല. സത്യമാണ്, നമ്മൾ ആദ്യം തുടക്കത്തിൽ ഫോർമേഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മൾ നോക്കുന്ന ആരിലേക്കാണ്? നമ്മുടെ അമ്മമാരിലേക്ക്, നമ്മുടെ മിസ്സസിലേക്ക്, അന്നേരം നമ്മളെ ഫോം ചെയ്യുന്നവരിലേക്ക്. അവരൊക്കെ വളരെ കൂളായിട്ട് ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് എന്നാ വെച്ചാൽ ഇത് എൻ്റെയാണ്, എൻ്റെ ഈശോ എന്നോടിപ്പോൾ ഇത് അവന് വേണ്ടി ചെയ്യാൻ പറയുന്നു. ഈ പേഷ്യൻറ്റിന് വേണ്ടി ചെയ്യാനായിട്ടാണ് ഒരുപക്ഷെ ഞാൻ ചെയ്തെന്ന് വരില്ല. പക്ഷേ എൻ്റെ ഈശോ എന്നോട് ചെയ്യാൻ പറയുന്നതുകൊണ്ട് ഞാനത് ചെയ്യും. കാരണം ഞാൻ ചെയ്യുന്ന ഈശോയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അവിടെ കാണുന്ന തന്നെയല്ല, ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുഖം ആ ഒരു ആളിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിനെ പോലും. ഓരോ കുഞ്ഞുങ്ങളെ എത്ര ഓമനത്വമുള്ള മുഖമാണെങ്കിലും അല്ലെങ്കിലും ഒരു കുഞ്ഞിനെ ആ കുഞ്ഞായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, അവൻ്റെ അമ്മയായിട്ട് അവന് വേണ്ട ആ ഒരു സ്നേഹം നമുക്ക് നൽകണമെങ്കിൽ എനിക്ക് അവനെ അത് മാത്രമായിട്ട് കണ്ടാൽ പോരാ, എനിക്ക് തമ്പുരാനെ അവനിൽ കാണണം. എനിക്ക് കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതൊക്കെ വ്യർത്ഥമാണ്. സിസ്റ്റർ ഈ പറഞ്ഞ ഇടയ്ക്ക് 4ാമത്തെ വ്രതം എന്ന് പറഞ്ഞു. അതൊരു കേട്ടിട്ടില്ല, അധികം കേട്ടിട്ടില്ല. 3 വ്രതങ്ങളെ പറ്റി നമ്മൾ എപ്പോഴും തന്നെ കേൾക്കാറുണ്ട്. 4ാമത്തെ വ്രതം എന്ന് പറഞ്ഞു. ഫോർമേഷനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ ഫോർമേഷനിൽ എങ്ങനെയാണ് മദറിൻ്റെ ടീച്ചിങ്സുകൾ നിങ്ങൾ പഠിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ മദറിൻ്റെ പ്രധാനപ്പെട്ട എന്തൊക്കെ ടീച്ചിങ്സ് ആണ് നമ്മൾ ഫോർമേഷനിൽ പഠിക്കുന്നത്? ഒപ്പം ഈ 4ാമത്തെ വ്രതം കൂടെ ഒന്ന് പറയാം. നമ്മുടെ ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീ ആസ്പാരൻസിക്ക് ഇവിടെ വരുന്ന നമ്മൾ അതത് സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്യുമ്പോൾ മുതൽ നമ്മൾ മദർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അതിൻ്റെ പൂർണ്ണമായി അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ 4ാമത്തെ വ്രതമെന്ന് പറയുന്നത് മറ്റു കോൺഗ്രിഗേഷനുകളെ സംബന്ധിച്ച് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. ഞങ്ങൾക്ക് 4ാമതൊരു വ്രതമുണ്ട്. അതാണ് ഞങ്ങളെ മിഷണറീസ് ഓഫ് ചാരിറ്റി ഒരു സ്പെഷ്യൽ കോൺഗ്രിഗേഷൻ ആക്കുന്നതിൻ്റെ കാര്യം അതുതന്നെയാണ്. അതായത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സൗജന്യ സേവനം, പരിപൂർണമായ ഹൃദയത്തോടെയുള്ള സൗജന്യ സേവനം. അതായത് ഹോൾ ഹാർട്ടഡ് ഫ്രീ സർവീസ് ടു ദ പൂവറസ്റ്റ് ഓഫ് ദ പൂവർ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു വ്രതമാണ് ഒരു MCA, ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റി ആക്കുന്നത്. അതായത് മറ്റുള്ളവരിൽ തമ്പുരാനെ കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും സൗജന്യമായി അവന് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതാണ് എന്നെ ഒരു ഓടയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് സേവനം ചെയ്യാൻ എന്നെ ശക്തിയാക്കുന്നത്.
അല്ലെങ്കിൽ പുഴുവരിക്കുന്ന ഒരു മനുഷ്യനെ ക്ലീൻ ചെയ്ത് അവൻ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരിയാണ് എന്ന് പറയുന്നത്. മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന് കൂട്ടിരിക്കാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ 4ാമത്തെ വ്രതമാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനകത്ത് ഞാനാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടി മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുന്ന ശുശ്രൂഷ. കണ്ണീരണിഞ്ഞ രോഗികളെയും അഗതികളെയും പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തുന്ന സ്നേഹ ശുശ്രൂഷ. മദർ തെരേസ എന്ന വിശുദ്ധ തൻ്റെ ഈ മക്കളെ പരിശീലിപ്പിച്ച മഹത്വമേറിയ ഈ കാരുണ്യ ശുശ്രൂഷ ഇതാ ഇവർ ലോകമെങ്ങും വലിയ തീക്ഷ്ണതയോടെ ഇന്നും നിർവഹിക്കുന്നു. എല്ലാവരിലും ക്രിസ്തുമുഖം ദർശിക്കുക എന്ന കാഴ്ചയുടെ സ്വർഗീയ വെളിച്ചം മദർ ഇവർക്ക് പകർന്നു നൽകിയിരിക്കുന്നു. അതിനാൽ തന്നെ തിരുസഭയുടെ പ്രേക്ഷിത വയലിൽ ഇവർ എന്നും മനോഹരമായി തന്നെ വിളങ്ങി നിൽക്കുന്നു. കൊൽക്കത്തയിൽ സുഗന്ധമായി മാറിയ ഈ വിശുദ്ധ പുഷ്പത്തിൻ്റെ പരിമളം ഇവരിലൂടെ ലോകമെങ്ങും പരക്കുന്നു. സിസ്റ്ററിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുഴുവൻ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കുരിശിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കുരിശുണ്ട്. അതുപോലെ പറഞ്ഞു കേട്ടിരിക്കുന്നത് ശരിയാണെങ്കിൽ അരയിലും ഒരു കുരിശുണ്ട്. ഒരു കുരിശ്, 2 കുരിശ് ശരീരത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ കുരിശിൻ്റെ അർത്ഥം എന്താണെന്ന്, എൻ്റെ ഷോൾഡർ ക്രോസ്, ഈ കുരിശിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വിശുദ്ധ മദർ തെരേസ തൻ്റെ ആദ്യത്തെ കോൺഗ്രിഗേഷൻ വിട്ട് 2ാമത്തെ കോൺഗ്രിഗേഷനിലേക്ക് വന്നപ്പോൾ സ്വീകരിച്ച ഈ സാരി ബംഗാളി സ്റ്റൈലാണ്. ഇത് ബംഗാളിൽ അവിടുത്തെ തോട്ടിപ്പണിക്കാർ ഉപയോഗിക്കുന്ന സാരി അവർ ചുറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് ചുറ്റിയിരിക്കുന്നത്. പക്ഷേ അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കോർണറിലായിട്ട് ഒരു സ്ത്രീ, ഒരു യുവതി വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ പുതിയ കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കുടുംബത്തിലെ അംഗമായിട്ട് അല്ലെങ്കിൽ ഇനി ആ കുടുംബത്തിൻ്റെ കാര്യസ്ഥയായിട്ട് അതിനെ ഏറ്റെടുക്കുന്നത് ആ കുടുംബത്തിൻ്റെ താക്കോല് കൊടുത്തിട്ടാണ്. ആ താക്കോല് ഈ സാരിയുടെ സൈഡിലായിട്ട് കെട്ടിയിട്ട് അവരിങ്ങനെ അങ്ങോട്ടിടും. അവരിങ്ങനെ പിന്നു കുത്താറില്ല, അവരിങ്ങനെ അങ്ങോട്ടിടും. അപ്പോൾ ഞാൻ എൻ്റെ സഭയിൽ ചേരുമ്പോൾ എൻ്റെ തമ്പുരാനെ എൻ്റെ പൂർണ്ണമായിട്ടും ഞാൻ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ നാഥൻ്റെ കുടുംബത്തിലേക്ക് അവൻ എന്നെ പിടിച്ച് കയറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ ഈ കുടുംബത്തിലെ അംഗമായതുകൊണ്ടും ഇതിൽ ഈ കുടുംബിനി എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പം അവൻ എന്നെ സ്വന്തമാക്കിയതുകൊണ്ട് എനിക്ക് വേറെ താക്കോലൊന്നുമില്ല. ഈ ആത്മാക്കളുടെ ഹൃദയം തുറക്കാനായിട്ട് തമ്പുരാൻ എനിക്ക് തന്നേക്കുന്നത് അവനെ തന്നെയാണ്, അവൻ്റെ കുരിശാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഞങ്ങളിവിടെ ഈ ഷോൾഡറിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു പ്രൊഫഷൻ കുരിശുണ്ട്. ഞങ്ങളുടെ വ്രതത്തിൻ്റെ സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്നത് ആ കുരിശാണ്. അത് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഫഷൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഈ കുരിശ് നമ്മൾ ഉപയോഗിക്കും. ഇത് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇതാണ് ഞങ്ങളുടെ ആയുധം. ലോകം മുഴുവനും ഒരു പേടിയും കൂടാതെ, അതായത് യുദ്ധമാണെങ്കിലും ടെററിസ്റ്റിനിടയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ഭയവും കൂടാതെ ജീവിക്കുവാനും മറ്റുള്ളവർ പാവങ്ങളെ സഹായിക്കുവാനും പിന്നെ അവരോടൊപ്പം മരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കുന്നത് ഈ കുരിശും ഈ മാതാവ്. ഇതാണ് ഞങ്ങളുടെ വെപ്പൺ. മാതാവ് ഞങ്ങൾക്ക് തന്നേക്കുന്ന ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെറിയ ശുശ്രൂഷ, എളിയ ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്നത്. സിസ്റ്ററെ, ഭീകരവാദികൾക്കിടയിലാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ നാളുകളിലൊക്കെ ഉഴുന്നാലച്ഛനെയും കൂടെ ഉണ്ടായിരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അനുഭവങ്ങൾ കേട്ടതാണ്. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ, എനിക്ക് തോന്നുന്നു സിസ്റ്റർ സാലി എന്നാണ് പേര്, സിസ്റ്റർ പറഞ്ഞൊരു കാര്യം, സിസ്റ്ററിനോട് ഒരാൾ ചോദിച്ചു, സിസ്റ്ററിനെ ഇനിയും അങ്ങോട്ട് നിയോഗിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ ധൈര്യപൂർവ്വം പോകും. കാരണം എന്നെ എൻ്റെ അധികാരികൾ എങ്ങോട്ട് വിടുന്നോ അങ്ങോട്ട് പോകാനും വേണ്ടി വന്നാൽ മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. അത് സിസ്റ്റർ പറഞ്ഞ പോലെ ഈ കുരിശിനോടും ഈ ജപമാലയോടും ചേർന്നുള്ള തമ്പുരാനിൽ കേന്ദ്രീകരിച്ചുള്ള ജീവിതത്തിൻ്റെ വലിയൊരു ഭംഗിയാണ് അല്ലേ സിസ്റ്ററെ? അതെ അതെ അതെ. അതിൽ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ആവേശം തന്നൊരു സംഭവമാണ്. സിസ്റ്റർ സാലി ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്ന് സിസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തായിരുന്നു.
അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള നമുക്കൊക്കെ ഈ ലോകത്തിൽ നമ്മൾ പുറത്തായി നമുക്ക് ഓരോ ഹീറോസ് ഉണ്ടല്ലോ, അവരോരോന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ആവേശമല്ലേ. ഞങ്ങളെ സംബന്ധിച്ചുള്ള ആവേശം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. എന്ന് വെച്ചാൽ എന്നും വൈകുന്നേരം നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മളൊരു മാറ്റിടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നവരാ. ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവിൽ മുത്തിയിട്ട് ഞങ്ങൾക്കും ഈശോയെ അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെ രക്തസാക്ഷികളാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കിടക്കുന്നവരാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ എല്ലാവരും. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് എന്നതിലുപരി ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ബെഡിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്നും ചോദിക്കുന്നവർ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈശോ തരും. അപ്പം തന്നെയുമല്ല, ഞാൻ വിശുദ്ധ മദർ തെരേസ പറഞ്ഞേക്കുന്നത്, ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത്, അല്ലെങ്കിൽ സഭയോട് മദർ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനം, തിരുസഭയോട് മദർ പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ ഗീവ് സെയിൻറ്റ്സ് ആൻഡ് മാർട്ടേഴ്സ് ടു മദർ ചർച്ച്. ഓക്കെ, ഞാൻ വിശുദ്ധരെയും രക്തസാക്ഷികളെയും സഭയ്ക്ക് പ്രദാനം ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെനിക്കാണെങ്കിലോ ആ ചോയ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ മദർ അന്ന് വിശുദ്ധരെയും രക്തസാക്ഷികളെയും സഭയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ അമ്മയുടെ മകളാണെങ്കിൽ, ഈ സഭയുടെ അംഗമാണെങ്കിൽ, അത് എനിക്കും കൂടി, അത് എൻ്റെയും കൂടി ഒരു അവകാശമാണ്. ഇറ്റ്സ് മൈ റൈറ്റ്. സോ അതുകൊണ്ട് ഇത് ഒരു വലിയ സംഭവമായിട്ട് കൂട്ടണ്ട. തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ വിശ്വസ്തത, സിസ്റ്ററിൻ്റെ സഹോദരിമാരുടെ വിശ്വസ്തത അനേകം പേരെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വിളിക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ മുഖമായി മാറുവാനായിട്ട് ഈ സഭയിലേക്ക് ക്ഷണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഭയുടെ സ്വഭാവം അത് പ്രേക്ഷിത ദൗത്യമാണ്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. ആ ദൗത്യത്തിന് മങ്ങലേൽക്കുന്നു, സഭ വ്യത്യസ്ത മേഖലയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന ചിലരെങ്കിലും കേൾക്കേണ്ടത് ഈ വാക്കുകളാണ്. ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ടായിരിക്കാം ഡിവൈൻ ഗോളിന് വേണ്ടി ശാലും അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ കൊൽക്കട്ടയിലെ ജനറേറ്റ് ഹൗസിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് അധികമൊന്നും മാധ്യമങ്ങളിൽ കടന്നു വരാത്ത പ്രിയപ്പെട്ട മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സന്യാസിനി സമൂഹാംഗമായിട്ടുള്ള സിസ്റ്ററിനെ നമ്മുടെ മുൻപിലേക്ക് തമ്പുരാൻ എത്തിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സിസ്റ്റർ, നമുക്ക് ഇനിയും കാണാനുണ്ട്, ഇനിയും സംസാരിക്കാനുണ്ട്. ക്രിസ്തുവിൻ്റെ മുഖം ഇനിയും കുറേ പേരിലേക്ക് എത്തിക്കാനുണ്ട്. സിസ്റ്റർ, അതുവരേക്കും താങ്ക് യു സോ മച്ച്. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ, വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.